നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറെ നാളായി സദ്യ കഴിച്ചിട്ട്. ഇന്നൊരു നല്ല ദിവസമല്ലേ, സദ്യയല്ലേ ബെസ്റ്റ്. എങ്കിൽ ഈ സന്തോഷത്തില് ഞാനും കൂടെ പങ്കുചേരുന്നതില് വിരോധമുണ്ടോ? ഹരി സാറേ, ഞാനും കൂടി ഇരുന്നോട്ടെ. പേയ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ടേ. ശരി മാഡം. ശരവണ, ഒന്ന് ഇതൊന്നകത്തേക്ക് എടുത്തു വെക്കൂ. ജ്യോതി വാ, എന്തേ നോക്കി നിൽക്കുന്നേ, വാ ഇതൊന്നകത്തേക്ക് വെച്ചേക്ക്. എന്നത് എടുത്തു വെച്ചോ. ജ്യോതി ഒന്ന് സഹായിക്കും, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യൂ. നടന്നുപോയ കല്യാണം ഇനി തിരുത്താനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏതായാലും ഇന്നത്തെ ഭക്ഷണം എന്റെ വക ആവട്ടെ എന്ന് കരുതി. ഹരി സാർ, ഇതെന്താ സദ്യയോട്ടം നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ? എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഹരിയേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഇതില് വേഷമൊന്നും ചേർത്തിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ അധികം കഴിച്ചു കാണിക്കാം. ഒരുപാട് പൊരുതിയിട്ട് തോൽക്കുന്നതിലും നല്ലത് ആദ്യമേ തോൽവി അംഗീകരിക്കുന്നതല്ലേ. ഞാൻ അങ്ങനെ കരുതി. എല്ലാം നന്നായി നടക്കട്ടെ. ഒരു സദ്യയും കഴിച്ച് നന്നായിട്ട് പിരിയാം നമുക്ക്. ആഹാ, കല്യാണി ഇരിക്കെ. അമ്മയെ വിളിച്ചിട്ടോ ചെല്ലേ. അച്ഛ ഇരിക്കേ. ഹരിയേട്ടൻ ഇരിക്കേ. ശരവണ്ണ ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. ശരി അമ്മ. കഴിക്കേ. ഇതെന്താ നിത്യേ, എല്ലാരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ താൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാണോ? ഒരു സംഭവം ഉണ്ടാകുമ്പോ പെട്ടെന്ന് പ്രതികരിക്കുന്നത് നല്ല ഭാഷയിലാവണമെന്നില്ലല്ലോ. അതൊക്കെ വിട്ടുകളാ. താനിങ്ങി വാ. വേണ്ട വീണ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ശരി, താൻ അവിടെ വരെ ഒന്ന് വന്നിരിക്കേ. താൻ വാടോ, വാ. ഏറ്റവും പ്രധാനപ്പെട്ട ആളെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇരുന്നില്ലേ? അച്ഛ ഇരിക്കേ. ഹരിയണ്ണ ഇരിക്കെ, ഇങ്ങോട്ട് ഇരിക്കേ. അച്ഛ ഇരിക്കേ. ഇരിക്കേ.
വന്നത് നല്ല സമയത്താണല്ലോ. എല്ലാരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ഹൈ, സദ്യയാണല്ലോ. കുറെ നാളായി സദ്യ കഴിച്ചിട്ട്. ഇന്നൊരു നല്ല ദിവസമല്ലേ, സദ്യയല്ലേ ബെസ്റ്റ്. എങ്കിൽ ഈ സന്തോഷത്തില് ഞാനും കൂടെ പങ്കുചേരുന്നതില് വിരോധമുണ്ടോ ഹരിസാറേ? ഞാനും കൂടി ഇരുന്നോട്ടെ. അതെന്ത് ചോദ്യാണ് ജീവ? സന്തോഷം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ. ജീവൻ ഇരിക്കേ. ആ, മണം വന്നിട്ട് തന്നെ കൊതിയാവുന്നു. ഹ, എന്താ എല്ലാരും നോക്കി നിൽക്കുന്നത്? കഴിക്കേ. അമ്മയെ നോക്കണ്ടെന്നേ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുറത്തു. വേറെ ഒരാള് ഈ സാഹചര്യത്തിൽ വന്നു കയറിയ അവർക്കിതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നും. ഞാനും വീണയോടെ ഉള്ളപ്പോ ഇവരൊന്നിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും സത്യം അറിയാലോ. അവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാനും അങ്ങനെ തന്നെയാ ചിന്തിച്ചത്. ആകപ്പാടെ കയ്യിലുള്ളത് ചെറിയൊരു ജീവിതമല്ലേ, അതെന്തിനാ തമ്മിത്തല്ലി ഇല്ലാതാക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.